ഹലോ, നമ്മളിന്നൊരു പുതിയൊരു ഹോം ടൂറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പൂർണ്ണാട്ടുകരയുടെ വിളക്കുംകാലിലാണ്. ഇവിടെ മനോജ് കുമാറും നിഷ ദമ്പതികളും അവരുടെ 3 മക്കൾക്കും വേണ്ടി നിർമ്മിച്ച ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണെന്ന് പറയുന്നത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിന്റെ മെയിൻ ഡോർ മുതൽ ജനല, ചാരുപടി, ഇന്റീരിയറിലെ ഫർണിച്ചറുകൾ, ഹാൻഡ് റെയിലുകൾ അങ്ങനെ മുതൽ എല്ലാം സ്റ്റീലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. അപ്പോൾ നമുക്ക് കൂടുതൽ വളച്ചുകെട്ടലുകളൊന്നും ഇല്ലാതെ വീടിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എക്സ്റ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു എക്സ്റ്റീരിയർ. വീടിന്റെ എക്സ്റ്റീരിയറിലുള്ള വിൻഡോസുകളും ഡോറുകളും എല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് ചുറ്റും ചാരുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അത് വുഡാണെന്നേ പറയുള്ളൂ. എന്നാൽ ഇത് GI പൈപ്പിൽ ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ പെയിന്റിൽ വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്തിരിക്കുന്നതാണ്. ചാരുപടിയുടെ തിണ്ണയുടെ ടോപ്പിലായിട്ട് ഇരിക്കുന്ന ഭാഗത്ത് മാറ്റ് ഫിനിഷിനുള്ള ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. ഏകദേശം 4 അടിയോളം വീതിയിലുള്ള ഒരു ഡബിൾ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റീൽ ഡോറാണ്. 52,000 രൂപയാണ് ഈ ഒരു സ്റ്റീൽ ഡോറിന് ചെലവ് വന്നിട്ടുള്ളത്. മെയിൻ ഡോറിന് ഇരുവശത്തും ചുമരിൽ പ്ലാസ്റ്ററിങ് ചെയ്യാതെ 2 സൈഡിൽ കുറച്ച് ഭാഗം വിട്ടിരിക്കുന്നു. അവിടെ ഡാർക്ക് ബ്രൗണിലുള്ള ഒരു പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് ടൈല് പാകിയിട്ട് മനോഹരാക്കിയിരിക്കുന്നു. നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. നേരെ കാണുന്നത് ഒരു സ്പെഷ്യലായിട്ട് ചെയ്തെടുത്ത ഒരു പൂജാ ഏരിയയാണ്. ഈ ഒരു ഭാഗത്താണ് ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. L ഷേപ്പിലുള്ള ഒരു കോർണർ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സോഫ GI ഫ്രെയിമിൽ ചെയ്തിട്ട് അതിന് മുകളിൽ അപ്പോൾസറി വർക്ക് ചെയ്തിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 10 പേർക്കും ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കോർണർ സോഫയാണിത്. ഈ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്ന കോഫി ടേബിളും GI പൈപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. കോർണർ സോഫയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. TV യൂണിറ്റിന്റെ പുറകിലുള്ള ചുമരിൽ ഒരു അടിപൊളി പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടുള്ള പെയിന്റിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. വൈറ്റ് മൈക്ക ഫിനിഷിങ്ങിലാണ് കേട്ടോ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. എട്ട് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ GI ഫ്രെയിമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു. സ്റ്റെയിൻ സ്റ്റീലിന്റെ 8 ചെയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചന്റെ സ്ഥാനം. കിച്ചണിൽ നിന്ന് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കട്ട് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ. മാർബിൾ ഫിനിഷിങ്ങിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ യൂണിറ്റ്. വാഷ് കൗണ്ടറിന്റെയും കിച്ചന്റെയും ഇടയിലുള്ള ചുമര് ബ്രൗൺ കളറുള്ള പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. ഫെറോ സിമെന്റിൽ ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ വുഡ് ആൻഡ് പാറ്റേണോട് കൂടിയിട്ടുള്ള അലുമിനിയം പ്രൊഫൈലുകളാണ് ഇവിടെ കിച്ചൺ കബോർഡിന് കൊടുത്തിരിക്കുന്നത്. ഹുഡും ഹോബും ഈ ഭാഗത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. മറ്റ് ഏരിയനെ അപേക്ഷിച്ച് കിച്ചണിൽ 2x2 സൈസിലുള്ള കുറച്ചും കൂടി ഡാർക്ക് ഐവറി ഷെയ്ഡിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ചുമരിലായിട്ട് ലൈറ്റ് ഐവറി ഷെയ്ഡിലുള്ള ടൈലും ഒട്ടിച്ചിരിക്കുന്നു. ഈ ഒരു വീട്ടില് 3 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. അതിൽ തന്നെ കിച്ചനോട് ചേർന്നുള്ള ബെഡ്റൂമിലെ കാഴ്ചകളാണ് ആദ്യം കാണിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്ത കട്ടിലും GI പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് 4 ഷട്ടറുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് റൂഫ് ഹൈറ്റ് വരെ കബോർഡിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലെ കാഴ്ചകൾ കാണാം. വൈറ്റ് മാർബിൾ ഷെയ്ഡ് വിത്ത് ഡാർക്ക് ഐവറി കളറിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഏകദേശം 100 രൂപ വിലയുള്ള 2x4 സൈസിലുള്ള ടൈലുകളാണ് പാറ്റേണുകളായിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗിൽ 2x2 സൈസിലുള്ള ബ്രൗൺ ടൈലുകളും ഒട്ടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാട്ടോ. ഡൈനിങ് ഏരിയയുടെയും ലിവിംഗ് ഏരിയയുടെയും ഇടയിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ബെഡ്റൂം ഡോറുകളെല്ലാം റെഡിമെയ്ഡ് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 12,000 രൂപ വില വരുന്ന ഡോറുകളാണ് ഇവ. ഈ ഒരു ബെഡ്റൂമിലും GI പൈപ്പ് കൊണ്ട് തന്നെയാണ് കട്ടില് ഉണ്ടാക്കിയിട്ടുള്ളത്. വിൻഡോസിനെല്ലാം സീബ്ര ബ്ലൈൻസ് കട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഫെറോ സിമെന്റിൽ ചെയ്തെടുത്ത് അതിന് മുകളിലായിട്ട് അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടുള്ള 4 ഡോറുകളുള്ള കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി ടേബിളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ടോയ്ലറ്റ് ഗ്രേ തീമിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ടോയ്ലറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലെ കട്ടിലും GI പൈപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 ഷട്ടറിന്റെ വാർഡ്രോബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലെ കാഴ്ചകൾ കാണാം. ഐവറി തീമിലുള്ള ടൈലുകളാണ് ഈ ഒരു ടോയ്ലറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം സ്ക്വയർ ഫീറ്റിന് 100 രൂപ വിലയുള്ള ടൈലുകളാണ് ഇവ. ലിവിംഗ് ഏരിയയോട് ചേർന്നാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ സ്ഥാനം. ഐവറി വിത്ത് ഡാർക്ക് തീമിലുള്ള ടൈലുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ചുമരില് ഒരു ഐവറി തീമിലുള്ള ഒരു ടെക്സ്ചർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത് റൂഫിൽ ഒരു കട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൂടെ ധാരാളം സൺലൈറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലിനായിട്ട് GI പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനു മുകളില് ടീക്ക് വുഡ് ഫിനിഷിലുള്ള ഗ്രെയിൻസ് വരച്ചെടുത്തിരിക്കുന്നു. സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നത് വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. നമുക്ക് ആ ഒരു ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോവാം. താഴത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരു വുഡൻ കട്ടിലാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 4 ഷട്ടറുകളുള്ള വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലെ കാഴ്ചകൾ കാണാം. ലൈറ്റ് ആൻഡ് ഡാർക്ക് തീമിലുള്ള ടൈലുകളാണ് ഈ ഒരു ടോയ്ലറ്റിലും ഒട്ടിച്ചിട്ടുള്ളത്. നല്ലൊരു പാറ്റേണിലാണ് കേട്ടോ ഇവിടുത്തെ ടൈലുകളെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലെ വിശേഷങ്ങൾ കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സിറ്റ് ഔട്ടിന്റെ സെയിം സൈസിൽ അതിന്റെ മുകളിലായിട്ടാണ് ബാൽക്കണിയുടെ സ്ഥാനം. ഇവിടെയും സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന മുൻവശത്തെ മൊത്തം കാഴ്ചകൾ കാണാവുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ ബാക്ക് യാർഡിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗം നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചകൾ കാണാം. ഈ ഒരു ഭാഗം ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും കിച്ചണും ഉൾപ്പെടുന്ന ഏരിയ ആണ് കേട്ടോ. ഇതിവിടെ ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് കിടക്കായിരുന്നു. ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ട് നല്ലൊരു സ്പേസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഭാവിയിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നടത്താവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഭാഗം മാറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ കാഴ്ചകൾ. ഈ ഒരു വീട് മൊത്തം 16.5 സെന്റിലാണ് കേട്ടോ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1510 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 349 സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. ടോട്ടൽ 1859 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തീർണം. ഈ ഒരു ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലുള്ള ഒരുപാട് ഹോം ടൂറുകൾ നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.